കൊല്ലം പൂരം കുടമാറ്റത്തിൽ RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിയതിൽ ദേവസ്വം ബോർഡിനും ക്ഷേത്ര ഉപദേശക സമിതിക്കും വീഴ്ചയില്ലെന്ന് ദേവസ്വം വിജിലൻസ്. ചില വ്യക്തികളാണ് RSS നേതാവിന്റെ ചിത്രം ഉയർത്തിയതെന്ന് റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺ രാജാണ് ചേരുന്നത്. അരുൺ രാജ്, റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? ഈ പറഞ്ഞതുപോലെ വീഴ്ചയില്ല എന്ന് പറയുമ്പോൾ അവരറിയുന്നില്ലേ ഇതുപോലെ ഹെഡ്ഗേവാറിന്റെ ചിത്രം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന്? ശ്രീനിത, കൊല്ലം പൂരവുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ഈ ഹെഡ്ഗേവാറിന്റെ ചിത്രം ഈ കുടമാറ്റത്തിന്റെ ഭാഗമായി ഉയർത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ഇതിന് പിന്നാലെ ദേവസ്വം ബോർഡ് ദേവസ്വം വിജിലൻസിനോട് ഇക്കാര്യം അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ദേവസ്വം വിജിലൻസ് ഈ പൂര കമ്മിറ്റിയോടും അതുപോലെ തന്നെ ക്ഷേത്ര ഉപദേശക സമിതിയോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും അടക്കം ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ആവശ്യപ്പെടുകയും ഇവരിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ക്ഷേത്ര ഉപദേശക സമിതിക്കും, അതായത് ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിന്റെ ഉപദേശക കമ്മിറ്റിക്കും വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡിനാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ കൈമാറിയത്. ചില വ്യക്തികൾ, അത് ഈ ഘടകപൂരങ്ങളും അതുപോലെ തന്നെ ചില പൂര കമ്മിറ്റികൾ ഇതിന്റെ ഭാഗമായി ഉണ്ട്. അതിൽ ഓരോ വ്യക്തികളും വ്യത്യസ്തമായ ഇത്തരത്തിലുള്ള കുടമാറ്റവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ചിത്രങ്ങൾ തയ്യാറാക്കും. അതിൽ ഹെഡ്ഗേവാറിന്റെ ചിത്രമുണ്ട് എന്ന കാര്യം ഉപദേശക സമിതിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന ഈ കുടമാറ്റ സമയത്ത് ഉയർത്തിയ സമയത്ത് മാത്രമാണ് തങ്ങൾ ഇക്കാര്യം അറിഞ്ഞത് എന്നുള്ള മൊഴിയാണ് ക്ഷേത്ര ഉപദേശക സമിതി നൽകിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ തങ്ങൾക്ക് അറിവില്ല എന്ന വിവരം കൂടി അത് വിജിലൻസിനെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ ഇനി എന്ത് തുടർ നടപടി സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇന്നലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു. നിജസ്ഥിതി ദേവസ്വം ബോർഡിനോ ഉപദേശക സമിതിക്കോ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ നടപടിയിലേക്ക് പോകൂ. അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ നിയമ നടപടി അത് ഏതാണോ നടക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ ദേവസ്വം ബോർഡ് കക്ഷി ചേരും എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനില്ല. ദേവസ്വം ബോർഡിന്റെ ഒരു ഘടകത്തിനും, അതായത് ഉപദേശക സമിതിക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായുള്ള കൊല്ലം ആശ്രമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ കണ്ടെത്തിയത്. അതിനാൽ ഇവർക്കെതിരെ നടപടിക്ക് സാധ്യതയില്ല. പകരം ഇതിൽ ആരാണോ ഈ ചിത്രം ഉയർത്താൻ നിർദ്ദേശം നൽകിയത്, അതിന് ഇടപെട്ടത്, അവർക്കെതിരെയായിരിക്കും നടപടി. സ്വാഭാവികമായും പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട്. ആ നിയമ നടപടി മാത്രമായിരിക്കും ഇനി ഉണ്ടാവുക. അരുൺ, ഈ ദേവസ്വം ബോർഡിനും ക്ഷേത്ര ഉപദേശക സമിതിക്കും വീഴ്ചയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് വീഴ്ച പറ്റിയത്? ചില വ്യക്തികളാണ് ഇതിൽ ഇടപെട്ടത് എന്ന് പറയുന്നുണ്ടല്ലോ. ആ ചില വ്യക്തികൾ ആരാണെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? നിലവിൽ RSSന് വലിയ സ്വാധീനമുള്ള ഉപദേശക സമിതി, RSSന് വലിയ സ്വാധീനമുള്ള സ്ഥലത്ത് ആണ് ഈ കൊല്ലത്തിന്റെ, അതായത് ഈ പുതിയകാവ് ദേവസ്വം എന്ന് പറയുന്നത്. സ്വാഭാവികമായും അവിടെ ചില വ്യക്തികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട RSSന്റെ നിലപാട് ഉണ്ട് എന്നുള്ളതാണ് ഈ ക്ഷേത്ര ഉപദേശക സമിതിയും തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആശ്രമത്തെ ഭാരവാഹികളും ഇതുമായി ബന്ധപ്പെട്ട മൊഴിയായി നൽകിയിരിക്കുന്നത്. അതിന് ആര് എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരം ദേവസ്വം ബോർഡിന്റെ പക്കൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആ വ്യക്തികൾക്കെതിരെയായിരിക്കും നടപടി ഉണ്ടാവുക. ക്ഷേത്ര ഉപദേശക സമിതിക്ക് ഒന്നാകെ ഒരു പിരിച്ചുവിടലോ അവരെ മാറ്റി നിർത്തുന്ന നടപടി ഉണ്ടാകില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കിട്ടുന്നത്. മറ്റൊന്ന്, ഇതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു നടപടിയിലേക്ക് കടക്കണമെങ്കിൽ ക്ഷേത്ര കോമ്പൗണ്ടിൽ ഉള്ളിലായിരിക്കണം. ഇത് ക്ഷേത്ര കോമ്പൗണ്ടിന്റെ ഉള്ളിലല്ല ഈ പരിപാടി നടന്നത്. ഇത് ക്ഷേത്ര കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഒരു ചടങ്ങായി ഇത് നടത്തിയ ശേഷം ആശ്രമ മൈതാനത്തേക്ക് പിന്നീട് ഈ പരിപാടി എത്തുകയായിരുന്നു. അവിടെ നടക്കുന്ന പരിപാടിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കാര്യമായ രീതിയിൽ റോളില്ല എന്നുള്ളതാണ് ഈ ക്ഷേത്ര ഭാരവാഹികൾ നൽകിയിരിക്കുന്ന വിവരം. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനി നടപടിയിലേക്ക് കടക്കുക. എന്തായാലും ഇത് ഉയർത്തിയ വ്യക്തികൾക്കെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ക്രിമിനൽ നടപടികൾ, അത് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. തിരുവിതാംകൂർ കൊച്ചി ഈ ഹിന്ദുമത സ്ഥാപന നിയമം 3, 4, 5 വകുപ്പ് പ്രകാരമായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാവുക. അതിന് ഇനി കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് അന്വേഷണ റിപ്പോർട്ടായി സമർപ്പിക്കുകയും ചെയ്യും. ശരി, കൊല്ലം പൂരത്തിലെ കുടമാറ്റത്തിനിടയിൽ RSS നേതാവ് RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിയതിൽ ദേവസ്വം ബോർഡിനും ക്ഷേത്ര ഉപദേശക സമിതിക്കും വീഴ്ചയില്ല എന്നുള്ള റിപ്പോർട്ടാണ് ദേവസ്വം വിജിലൻസ് നൽകിയത്.